സ്നേഹനന്ദങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമ്മളോടൊപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് പ്രിയപ്പെട്ട നിക്സൺ ബ്രദർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഈ വീഡിയോ കാണുന്ന ഓരോ ദൈവമക്കൾക്കും ഇന്നത്തെ ശുശ്രൂഷ വലിയൊരു ബ്ലെസ്സിങ് ആയി തീരട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് പിന്നെയും എൻ്റെ കഥയിൽ ഒരു നല്ല ജീവിതാനുഭവം കേൾക്കുവാൻ നീ നൽകുന്ന സാവകാശത്തിനായ സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ മകനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുനാമ നിമിത്തം കർത്താവേ, നിൻ്റെ മകനെ ശക്തമായി ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. നിൻ്റെ അനുഭവങ്ങൾ അനേകർക്ക് വിടുതലിന് അനുഗ്രഹത്തിന് കാരണമായി തീരണം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആദ്യോടന്തം കൂടിയിരിക്കണം. ക്രോശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുത്തിക്കാട്ടെ. അങ്ങനെ അവിടുന്ന് ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലമാനവും സകല മഹത്വവും ഞങ്ങളോടത്തേക്ക് അർപ്പിക്കുന്നു. യേശു മൂലം ഞങ്ങൾ ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തിനായി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പ്രത്യേകമായി നല്ലൊരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട നിക്സൺ ബ്രദർ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ നിക്സൺ ബ്രദറിനെ നമ്മുടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ബ്രദർ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. സന്തോഷമായിട്ടിരിക്കുന്നേ? സന്തോഷമായിരിക്കുന്നു. ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു. അതെ അതെ, അതല്ല നമുക്കൊന്നും ഇല്ലല്ലോ കർത്താവിൻ്റെ കൃപയല്ലാതെ. അതെ അതെ. തിരുവനന്തപുരത്താന്ന് പറഞ്ഞു. എവിടെയാ? ട്രിവാൻഡ്രത്ത് എവിടെയാ? തിരുവനന്തപുരത്ത് വിഴിഞ്ഞം. വിഴിഞ്ഞത്തിന് സമീപമാണ്. ഓക്കെ. വിഴിഞ്ഞത്തിന് ഒരു 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഉച്ചക്കട എന്ന് പറയും. KSEBിയിലെ ജീവനക്കാരനാണ്. അതെ, KSEBിയിൽ ജോലി നോക്കി വരാ. ശരി. അപ്പോൾ ഇലക്ട്രിസിറ്റി ബന്ധമുണ്ട്, സ്വർഗീയ സർക്കാരുമായിട്ട് ബന്ധമുണ്ട്. അതൊരു നല്ല അനുഭവമാണ് അല്ലേ? ദൈവത്തിന്റെ സ്തോത്രം. 2007 റഷ്യയിലേക്ക് വരുന്നത്. ശരി. 2008 ജോലിയിലേക്ക് കയറി. ഓ, അത് ശരി. ശരി ശരി. ഒത്തിരി അനുഭവങ്ങൾ കേൾക്കാനുണ്ടല്ലോ. അതെ അതെ. ട്രിവാൻഡ്രത്താന്ന് പറഞ്ഞു, എന്നാലും കുടുംബത്തെക്കുറിച്ചും മാതാപിതാക്കൾ ജനിച്ചു വളർന്ന സ്ഥലം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അനുഗ്രഹമായിരിക്കും. നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുവാൻ വേണ്ടി ഒരു കാരണമാകും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ജീവിതത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. ശരി ശരി. ആദ്യമായിട്ടും ആസാദി TVയിലൂടെ എൻ്റെ ഈ അനുഭവം പകരാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഈ അവസരം ഒരുക്കിയ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ സ്ഥലം നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തിന് സമീപം, വിഴിഞ്ഞത്തിന് സമീപം ഉച്ചക്കട എന്ന് പറയും. വിഴിഞ്ഞത്തിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാത്രമേ ഈ ഉച്ചക്കടയ്ക്കുള്ളൂ. എൻ്റെ അച്ഛൻ്റെ പേര് വിൽസൺ എന്നാണ്. അമ്മയുടെ പേര് സുമതിയാണ്. എൻ്റെ ഭാര്യ ലാലി. എനിക്കൊരു മകളുണ്ട്. മകളുടെ വിവാഹം കഴിഞ്ഞു. മകൾക്കൊരു കുഞ്ഞുണ്ട്, മകൻ അജിത്ത്. ഇതാണ് എൻ്റെ കുടുംബജീവിതം. അപ്പോൾ അനുഭവത്തിൽ കൊച്ചു കുഞ്ഞൊക്കെ ഉണ്ട്. വലിയപ്പച്ചനാണ്. വലിയപ്പച്ചനാണ്. അതെ, അതൊരു വലിയ പദവിയാണല്ലോ. 4 വയസ്സ് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. ഏത് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു? നമ്മൾ 2007 രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞു. അതിനു മുമ്പ് എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ പശ്ചാത്തലമൊക്കെ? വിശ്വാസത്തിന്റെ പശ്ചാത്തലം പാരമ്പര്യമായിട്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. എൻ്റെ എൻ്റെ പേരും അച്ഛൻ്റെ പേരെല്ലാം ക്രിസ്ത്യൻ പേര് തന്നെയാണ്. എൻ്റെ അച്ഛനെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ രീതി അല്ല ഞങ്ങളുടെ കുടുംബജീവിതം. എൻ്റെ അച്ഛൻ്റെ പേര് വിൽസൺ എന്നായിരുന്നു. അച്ഛൻ്റെ പേര് സിൽവാനോസ് ആണ്. അതിൻ്റെ അച്ഛൻ്റെ പേര് ചാർൽസ് എന്നായിരുന്നു. അവരുടെ അച്ഛൻ്റെ പേര് യാക്കോബ് എന്നായിരുന്നു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു പാരമ്പര്യത്തിൽ ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് തന്നെ ജനിച്ചു. ശരി. അപ്പം പൊതുവെ ഒരു നിര പിതാക്കന്മാരുടെ പേരൊക്കെ നല്ല തനി ക്രിസ്ത്യൻ പേരുകൾ അല്ലേ? അല്പം കൂടെ പറഞ്ഞാൽ കുറച്ച് ഇംഗ്ലീഷ് പേരുകൾ. അതെ അതെ അതെ. ദൈവത്തിന് സ്തോത്രം. ഓക്കെ. എന്നാൽ ചെറിയ പ്രായത്തിലൊക്കെ കർത്താവുമായിട്ട് അടുത്തൊരു ജീവിതം അല്ലായിരുന്നു? ഞാൻ പറഞ്ഞതുപോലെ CSI കാരനായിരിക്കുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ പള്ളിയിൽ പോയിട്ടുണ്ട്. ചെറുപ്പത്തിൽ പോകുന്ന പള്ളി എന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ കൂടുതലും ക്രിസ്മസിനും കരോളിനും ഒക്കെയാണ് പള്ളിയിൽ പോകുന്നത്. പള്ളിയിൽ നിന്നുള്ളൊരു ബന്ധം മാറി.
പിന്നെ ഒരു പള്ളിയിൽ പോകാൻ കാത്തിരിക്കണമെങ്കിൽ ക്രിസ്മസ്, ലേലം, അതുപോലെ ക്രിസ്മസിന്റെ രാത്രിയിൽ നടക്കുന്ന മറ്റു പരിപാടികളുണ്ട്. ഇതിലൊക്കെ മാത്രമേ പള്ളിയുമായിട്ടുള്ള ബന്ധമുള്ളൂ. ശരി ശരി. അപ്പോൾ ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ. കുട്ടിക്കാലം മുതലുള്ള അനുഭവങ്ങൾ പറയാം, കേൾക്കാൻ റെഡിയാ. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇനി ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. ശരി. ഞാൻ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയായി ജനിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ മറ്റൊരുന്നിനും കുറവില്ല. എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ എനിക്ക് ഇന്ന് തന്നെ ഒരു 56 വയസ്സായി. ഞങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ ഒന്നിനും കുറവില്ലാത്തൊരവസ്ഥയായിരുന്നു. സാമ്പത്തികം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അച്ഛന് ഓയിൽ മില്ലാണ്. ഒരു 2 ഓയിൽ മില്ലുണ്ടായിരുന്നു. 2 സ്ഥലത്തായിട്ട് 2 ഓയിൽ മില്ലായിരുന്നു. പിന്നെ ആ സമയത്ത് തന്നെ ഈ കൊപ്രാട്ടുന്ന എണ്ണകളും നേരെ കൊച്ചിക്ക് അയക്കും. ഏകദേശം ഒരു ദിവസം 1 ലോഡ് എണ്ണയൊക്കെ ഒരു ലോറി ഫുള്ള് എണ്ണ കയറ്റി അയക്കുമായിരുന്നു. ബാലരാമപുരം വിഴിഞ്ഞം റൂട്ടില് ഉള്ള ടക്കർ, ഒരു 2 ടക്കർ എൻ്റെ ചെറുപ്പകാലത്ത് ഈ വിഴിഞ്ഞം ബാലരാമ റൂട്ടിൽ കിടന്ന് ഓടും. ഞങ്ങളെ വക. പിന്നെ എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ 1-2 കാളയും വണ്ടിയൊക്കെ ഉണ്ട്. പലരെയും മറ്റുള്ള രീതിയിൽ സഹായിക്കുന്ന ഒരു സാഹചര്യമെല്ലാം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കേസിൽ അകപ്പെടുന്നു. കേസ് എന്ന് വെച്ചാൽ സെയിൽ ടാക്സിന്റെ ഒരു കേസിൽപ്പെട്ട് ഒരു 36 ലക്ഷം രൂപയുടെ ഒരു ടാക്സ് പ്രശ്നം വരുന്നു. അങ്ങനെ വലിയ കടത്തിലേക്ക് മാറി. ഈ കടമാവുന്ന സമയത്ത് ഞാൻ പലപ്പോഴും മരിക്കണമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ദൈവമാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാനൊരിക്കൽ വെള്ളത്തിൽ മുങ്ങി മരിക്കത്തക്ക രീതിയിലായി. കുളത്തിൽ മുങ്ങി ഏകദേശം കുളത്തിന്റെ മധ്യഭാഗത്ത് ഒരു പശുവിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയതാ. എൻ്റെ ഒരു കൊച്ചപ്പനാ കൂടെ വരുന്നത്. പശുവിനെ കുളത്തിലേക്ക് വിട്ടിട്ട് ഞാൻ കരയിലിരിക്കുന്ന സമയത്ത് കൊച്ചപ്പൻ പറഞ്ഞു, കയറിന്റെ അറ്റത്ത് പിടിച്ചോളണം. ഞാൻ കുറച്ച് മാറി ചെന്ന് ഒരു സോപ്പ് വാങ്ങി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയി. എൻ്റെ ഒരു 5 വയസ്സ് പ്രായമൊക്കെ വരും. ഈ പശു നേരെ നീന്തി കുളത്തിന്റെ നടുക്കിലേക്ക് അങ്ങ് പോയി. ഞാനും പശുവിന്റെ ചരട് വിടുന്നില്ല, കയറി തന്നെ പിടിച്ചിട്ടുണ്ട്. ഏകദേശം കുളത്തിൽ കൊണ്ട് പശു അങ്ങ് തള്ളയാ. ഞാൻ അവിടെ കിടന്ന് എൻ്റെ കൈ മാത്രം പുറത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കൈപ്പത്തി മാത്രം കാണാമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് കൊച്ചപ്പം വരുന്നു, എന്നെ പൊക്കിയെടുത്ത് പശുവിന്റെ മേലെ ഇരുത്തി നേരെ കരയ്ക്കടുപ്പിച്ചു. അന്ന് ദൈവം എന്നെ ആ മരണത്തിൽ നിന്ന് വിടുവിച്ചു. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഒരു സാഹചര്യത്തിൽ ഞാൻ ആത്മഹത്യക്ക് വേണ്ടി എൻ്റെ കഴുത്തിൽ കുരുക്കിട്ടു ഫേനിൽ തൂങ്ങി. എന്തോ ഒരു സാഹചര്യത്തിൽ ശബ്ദം കേട്ടു. എൻ്റെ അച്ഛനും അമ്മയും കൂടെ വന്ന് കതവ് ചവിട്ടി തുറന്നു, എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. ഒത്തിരി മരണം വിശ്വാസ ജീവിതത്തിന് മുമ്പും വിശ്വാസ ജീവിതത്തിന് ശേഷം പിന്നെയുള്ള മരണം എന്ന് പറഞ്ഞാൽ അപകട മരണങ്ങളായിരുന്നു. വാഹനം ഇടിച്ച് മരിക്കത്തക്ക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിയായിരിക്കുമ്പോൾ ആദ്യമായി ഞാൻ വർക്കറായിട്ടാണ് കയറുന്നത്. പിന്നെ ലൈൻമാനായി. ലൈനിൽ തന്നെ ഒത്തിരി അപകടങ്ങളിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ചു. ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് വെച്ചാൽ, പൈശാചികൻ ഏത് രീതിയിലും എന്നെ ഈ ലോകത്ത് നിന്ന് മാറ്റാൻ തക്കവണ്ണം ആയിരുന്നപ്പോൾ ദൈവത്തിന്റെ കരുതൽ എന്നോട് കൂടെ ഇരുന്നു എന്നുള്ളതാണ്. അവൻ ഈ ഞാൻ ഈ കടക്കാരനായി മാറുന്ന സമയത്ത് കടം കയറിയത് കൊണ്ട് 36 ലക്ഷം രൂപ വീടും സ്ഥലവും ജപ്തി ചെയ്ത് വില്ലേജിൽ അത് ലേലം വെച്ചു. അങ്ങനെ മൊത്തം ലേലത്തിൽ കുരുക്കിലൊക്കെ ആയിരുന്നു. വസ്തുക്കളെല്ലാം വിറ്റുപറക്കി പോയി. അവസാനം ആ സമയത്ത് ഞാൻ മരിക്കാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുകയാണ്. അവിടെ നിന്നും ദൈവം വിടുവിച്ചു. അവസാനം ഇതെല്ലാം വിറ്റുപറക്കി ഞങ്ങൾക്ക് ഈ കടമെല്ലാം തീർത്തു. 7 സെന്റ് സ്ഥലം വീതം ഞങ്ങൾക്ക് 4 പേരുണ്ട്. 4 പേര് ഷെയർ ചെയ്തെടുത്തു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ, ദൈവം ഒരു വ്യക്തിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് അവന്റെ അവന്റെ തളർത്തിയ മാത്രമേ കൊണ്ടുവരുമെന്ന് ഞാൻ മനസ്സിലാക്കി. ആ സാഹചര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ജീവിതം ഓട്ടോ ഫീൽഡിലേക്ക് മാറി. ഓട്ടോ ഫീൽഡിലായി മാറി. ഓട്ടോ ഡ്രൈവറായിരിക്കുന്ന സമയത്താണ് ഒത്തിരി പ്രശ്നങ്ങളും എന്ന് വെച്ചാൽ, ഞാനൊരു ഹൈന്ദവ കുട്ടിയാണ് സ്നേഹിച്ച് കല്യാണം കഴിച്ചു. അപ്പൊ എൻ്റെ മനസ്സിൽ അങ്ങനെ കല്യാണം കഴിക്കുന്നതിന്റെ കാരണവും ഈ ജാതി മത ചിന്തകളെ കുറിച്ചുള്ള അതിയായ മനുഷ്യനെ, ഞാൻ നേരെ പറയുന്നത് പോലെ, മനുഷ്യനെ വേലുകെട്ടി തിരിക്കുന്നത് പോലെ, ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് മനുഷ്യനെ വേലുകെട്ടി തിരിക്കുന്നത് എൻ്റെ മനസ്സിനകത്ത് വലിയായ ഒരു ദുഃഖം എൻ്റെ മനസ്സിനകത്ത് ഉള്ളിലുണ്ടായിരുന്നു. ഈ ലോക ജീവിത യാത്രയിൽ മനുഷ്യൻ മിശ്ര വിവാഹങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഇവിടുത്തെ ജാതി വ്യവസ്ഥ തന്നെ മാറിപ്പോകുമായിരുന്നു എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഈ ചിന്ത ഉള്ളപ്പോൾ ഞാനൊരു ഹൈന്ദവ കുട്ടിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിഞ്ഞ് വീട്ടിലായിരിക്കുമ്പോഴും
ഞാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, ജീവിതത്തിന് വളരെയധികം ബുദ്ധിമുട്ടില്ല എന്ന് വെച്ചാൽ ഒരു സമാധാനമില്ല, ജീവിതത്തിന് ഒരു സന്തോഷമില്ല, സാമ്പത്തികമായ ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അങ്ങനെ ആയിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ജീവിതം എന്ന് വെച്ചാൽ വീട് കാര്യം നോക്കാൻ പോലും എനിക്ക് സമയമില്ല. മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ സമയം ഞാൻ ചിലവഴിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതും. ഞാൻ ഇഷ്ടപ്പെട്ട പാർട്ടി എന്ന് വെച്ചാൽ ഞാൻ DYFIയുടെ ലോക്കൽ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. DYFIയുടെ ഉച്ചക്കട ബ്രാഞ്ച് സെക്രട്ടറി, പ്രസിഡന്റ്, ഈ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചക്കട പാർട്ടിയുടെ ബ്രാഞ്ച് മെമ്പറിൽ അംഗമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഈ രീതിയിലേക്ക് പോകുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ മാനുഷികമായ രീതിയിൽ നോക്കുമ്പോൾ ഈ ലോകത്തുനിന്ന് ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് മനുഷ്യനെ വേലികെട്ടി തിരിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് വളരെയധികം ഉള്ളിൽ പ്രയാസമുണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടില് യേശുക്രിസ്തുവിന്റെ ഒരു പടം ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ തിരുവത്താഴത്തിന്റെ ഒരു പടമുണ്ട്. എൻ്റെ വീട്ടിൽ ആരെങ്കിലും വരുന്ന സമയത്ത് ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് മറ്റുള്ളവർ അറിയുന്നത് എനിക്ക് വളരെയധികം പ്രയാസം, എന്ന് വെച്ചാൽ മനസ്സിനകത്ത് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്ന പടത്തെ ഇളക്കിയെടുത്ത് നേരെ തട്ടിന്റെ മുകളിലിട്ടു. എന്ന് വെച്ചാൽ ഞാൻ പടത്തെ പൂജിക്കണമെന്നല്ല പറഞ്ഞത്, ഇങ്ങനെ എന്ന് വെച്ചാൽ ഞാനൊരു ഹിന്ദു അല്ല, മുസൽമാനല്ല, ക്രിസ്ത്യാനിയല്ല, ഇങ്ങനെ ഒന്നും മറ്റുള്ളവർ അറിയാൻ പാടില്ല, ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് മനുഷ്യനെ വേലികെട്ടിത്തിരിക്കുന്ന വളരെയധികം ഒരു പ്രയാസം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു മുദ്രാവാക്യം വിളിക്കാറുണ്ടായിരുന്നു: ജാതിയില്ല, മതവുമില്ല, മാർക്സിസത്തിൽ അടിയുറച്ച ജീവിതം നിശ്ചയം. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഇന്ന് വിളിക്കും: ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന രക്തം എന്നുള്ള ആ ഒരു മുദ്രാവാക്യമാണ് ഇന്ന് എൻ്റെ ഉള്ളിലുള്ളത്. എൻ്റെ ഉള്ളിൽ ദൈവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ദൈവം ഇല്ല. സകലത്തെയും സൃഷ്ടിച്ച ഒരു ശക്തിയുണ്ട്. ഇന്ന് ലോകത്ത് ഉയർത്തിക്കാട്ടുന്ന കാര്യങ്ങളൊന്നും ദൈവങ്ങളല്ല എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഞാനൊരു നിരീശ്വരവാദിയായി. നിരീശ്വരവാദി എന്ന് പറഞ്ഞാലും ആ നിരീശ്വരവാദിയുടെ ഉള്ളിലും ദൈവമുണ്ട്. നിരീശ്വരവാദി എന്നൊക്കെ പലർക്കും പറയാം, ദൈവം ഇല്ലെന്നും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും ഇതിനെല്ലാം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു ചിന്ത സകല മനുഷ്യരുടെ ഉള്ളിലുണ്ട്. അതാണ് സങ്കീർത്തനം 42 തോന്നുന്നു, ഇങ്ങനെ പറയുന്നുണ്ട്: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു, ദൈവത്തിനായി തന്നെ, ജീവനുള്ള ദൈവത്തിനായി തന്നെ കാംക്ഷിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എൻ്റെ അകത്തിരുന്നു കൊണ്ട് ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി കാംക്ഷിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുമായിരുന്നു, ഈ എല്ലാവരും പള്ളി ഉണ്ടാക്കുന്നു, ക്ഷേത്രം ഉണ്ടാക്കുന്നു, മറ്റു പല കാര്യങ്ങളും ഉണ്ടാക്കുന്നു, പക്ഷെ എനിക്കൊരു കാര്യം ചെയ്യണം, ഒരു കൂട്ടായ്മ എനിക്കും വേണം. അവിടുത്തെ ആരാധന ഇങ്ങനെ ആയിരിക്കണം: സർവശക്തനെ 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 എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് ഞാനൊരു കേസിൽ പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ, ഒരു കേസിലകപ്പെട്ട് ഒളിവിലായിരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും മകളും മാത്രമേ ഉള്ളൂ. ഭാര്യയും മകളും മാത്രം ഉണ്ടായിരിക്കുന്ന സാഹചര്യം, ദിവസങ്ങൾ ഞാൻ ഒളിവിലായിരിക്കണം, ഒരു കേസിൽപ്പെട്ട് ഒളിവിലായിരിക്കുകയാണ്. അവള് വീട്ടിലായിരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ ഭാര്യ എന്നുവെച്ചാൽ അവർക്ക് ആഹാരം പോലും ഇല്ലാത്തൊരവസ്ഥയായി. ദിവസങ്ങളോളം ആഹാരം കഴിക്കാത്ത, വീടിനകത്ത് അവർ താമസിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അവള് വിചാരിച്ചു, ഇനി എന്തിനു ജീവിച്ചിരിക്കുന്നു, എൻ്റെ ചേട്ടൻ ഇങ്ങനെയായി. അവൾ എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞ അവളുടെ അച്ഛനും വളരെ മോശക്കാരനെന്ന് വെച്ചാൽ മദ്യപാനിയും, ഒത്തിരി പ്രശ്നത്തിന്റെ നടുവിൽ നിന്നൊരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയാണ് അവൾ എന്നോട് കൂടെ വന്ന. പക്ഷെ ഇവിടെ വന്നപ്പം നമ്മളൊരു കാര്യം പറയില്ല, ഈ ചൂട്ടും കെട്ടി പടയെന്ന് പറഞ്ഞതുപോലെ ഇവിടെ വന്നപ്പോൾ അതിനേക്കാളും പ്രശ്നമായിട്ട് മാറി. അവർക്ക് വളരെയധികം പ്രയാസമായി. അവള് വിഷമെടുത്ത് കഴിച്ച് മരിക്കാൻ തക്കവണ്ണം ഇരിക്കുമ്പോൾ, വിഷമെന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിന്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു 5-6 വാഴ വെച്ചിരുന്നു. ഈ വാഴയ്ക്ക് ഇടുവാൻ തക്കവണ്ണം കുരുടൻ എന്ന് പറയുന്ന ഒരു വിഷവസ്തു വാങ്ങിയിട്ട് ഇട്ടതിന്റെ ബാക്കി ഞാൻ ഒരു ഭാഗത്ത് മാറ്റി ഒളിച്ചു വെച്ചിരുന്നു. ഞാൻ ഇവളോട് പറഞ്ഞു, ഈ കുരുടൻ എന്ന് ഇതൊരു വിഷമാണ്, ഇത് തറയിൽ വീണിട്ട് മകള് എടുക്കരുതേ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇവളോട്, എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അങ്ങനെ ഒളിച്ചു വെച്ചിരുന്നു. അപ്പൊ ഇവള് മനസ്സുകൊണ്ട് വിചാരിച്ചു, ആ വിഷം ഇരിപ്പുണ്ട്, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി, അവൾ പുറത്തോട്ടിറങ്ങി ഐസ്ക്രീം വാങ്ങി കൊണ്ട് വന്നിട്ട് ഈ വിഷവും ചേർത്ത് ഇത് കഴിച്ച് മരിക്കാൻ തക്കവണ്ണം ഇരിക്കുമ്പോൾ എന്നുവെച്ചാൽ നേരെ വിഷം ഈ ഐസ്ക്രീം വാങ്ങാനായിട്ട് റോഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ വീട്ടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വിശ്വാസി കുടുംബം, എൻ്റെ ഒരു
അമ്മച്ചിയുടെ മകളാണ്. എനിക്ക് പറഞ്ഞ എൻ്റെ ഒരു മാമിയാണ്. മാമി നേരെ എൻ്റെ വീട്ടിലേക്ക് വരികയും നിങ്ങൾ നീ ഇവിടെ നിൽക്കണ്ട, എൻ്റെ വീട്ടിലേക്ക് വരണം, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നിർബന്ധിച്ചിട്ടും ഇവള് പോകത്തില്ല. എന്നാൽ ഈ എൻ്റെ മാമി എന്ന് പറഞ്ഞ വ്യക്തി നേരെ വീട്ടിൽ ചെന്നിട്ട് മാമിയുടെ പപ്പയെ പറഞ്ഞു വിട്ടു. പപ്പയെ പറഞ്ഞ് വിട്ടു. പപ്പ വന്നിട്ട് ഇവളെ നിർബന്ധിച്ചപ്പോൾ ഇവള് പപ്പയോട് കൂടി നേരെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് അവിടെ അവര് പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒളിവിൽ കിടക്കുന്ന ഞാൻ മടങ്ങി വരണമെന്നുള്ള രീതിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഇവർ ഏകദേശം ഒരു 6 മണി സമയത്തൊക്കെ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഒരു 7-8 മണിയായപ്പോൾ എനിക്ക് പ്രാർത്ഥനയുടെ സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയിട്ട് എൻ്റെ മകളെയും ഭാര്യയും കാണണമെന്നുള്ളൊരു ചിന്ത എനിക്ക് അകത്തുണ്ടാകുകയും ഞാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളിവിടെ ഒളിച്ചിരിക്കും, എനിക്കിനി ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല, ഞാൻ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് നേരെ വണ്ടി കയറി തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്ത് നിന്ന് നേരെ ബാലരാമപുരത്ത് ബസ് ഇറങ്ങി. ബാലരാമപുരത്ത് നിന്ന് നടന്ന് ഏകദേശം 5 കിലോമീറ്റർ ഉണ്ട് ഉച്ചക്കട വീട്ടിൽ വരാൻ. ഈ 5 കിലോമീറ്റർ നടന്ന് ഞാൻ വീട്ടിൽ എത്തി. വീട്ടിൽ എത്തുമ്പോൾ രാത്രി 3 മണി സമയമായി. ഏകദേശം 3 മണി സമയം വരും. ഞാൻ ഈ ബാലരാമപുരത്ത് ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ മൊബൈൽ ഓഫാണ്. മൊബൈലിന്റെ ബാറ്ററി എല്ലാം ഇളക്കി ഇട്ടിരുന്നു. ഈ ബാറ്ററി എടുത്ത് മൊബൈലിലേക്ക് ഇട്ടിട്ട് എൻ്റെ ഭാര്യയെ വിളിച്ചപ്പം അവള് പറഞ്ഞു, ഞാൻ അവിടെ ഇല്ല, ഇന്നതുപോലെ തൊട്ടടുത്തുള്ള മോശ എന്ന് പറയും, മോശ അപ്പച്ചന്റെ വീട്ടിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചേട്ടൻ അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങള് ബന്ധുക്കളാണെങ്കിലും അവരുമായിട്ട് വലിയ സഹകരണമൊന്നുമില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അവരൊരു വിശ്വാസി കുടുംബമായതുകൊണ്ട് നമുക്ക് ആ രീതിയിലുള്ള ബന്ധം ആ സമയത്തില്ല. ബന്ധുക്കളാണ്, പക്ഷെ വിശ്വാസി ആയതുകൊണ്ട് ഞങ്ങളൊരു അകൽച്ചയിലുമായിരുന്നു. അങ്ങനെ ഞാൻ നേരെ ആ വീട്ടിലേക്ക് വന്നു. പിന്നെ ആ വീട്ടിൽ തന്നെ ഞാൻ ചില ദിവസങ്ങൾ ഒളിവിൽ, അങ്ങനെ ചില ദിവസങ്ങൾ ആ വീട്ടിൽ തന്നെ ഒളിവിൽ കഴിയുകയാണ്. വീട്ടിൽ ഒളിവിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ദിവസം രാഷ്ട്രീയ കേസായിരുന്നോ? രാഷ്ട്രീയ കേസല്ല, ഒരു വസ്തുവിടപാടുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസായിരുന്നു. വസ്തുവിടപാടുമായി ബന്ധപ്പെട്ട ഒരു കേസായിരുന്നു. അപ്പൊ അങ്ങനെ ഈ വീട്ടിൽ ഒളിവിലായിരിക്കുന്ന സമയത്ത്, ഒളിവിലായിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയോട് വീട്ടിലെ അമ്മച്ചിയും ഈ വന്ന ആന്റിയും പറഞ്ഞു, ദൈവം സ്വപ്നത്തിൽ ഞങ്ങൾക്ക് 2 പേർക്ക് സ്വപ്നത്തിൽ ദർശനം കാണിച്ചു, നിങ്ങൾ ഇതുപോലെ മരിക്കാനിരിക്കുകയാണ്, അതുകൊണ്ടാണ് വന്നതെന്ന് പിന്നീട് മനസ്സിലാക്കി. എന്നുവെച്ചാൽ അവര് പറഞ്ഞത് പിന്നീട് മനസ്സിലാക്കി. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോഴാണ് ഇത് പറയുന്നത്. അങ്ങനെ ഈ വീട്ടിൽ തന്നെ ഞാൻ ഒളിവിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പോകുന്ന നമ്മളെ ആന്റി പോകുന്ന ചർച്ചിലെ പാസ്റ്റർ ഷാജി എന്ന് പറയും. ഷാജി പാസ്റ്ററാണ് ഈ ചർച്ചിലെ ഹാർവസ്റ്റ് എന്ന് പറയും. ഹാർവസ്റ്റ് ചർച്ചിലെ പാസ്റ്റർ ഷാജി പാസ്റ്ററാണ്. ഷാജി പാസ്റ്റർ ഈ വീട്ടിലേക്ക് വരും. ഈ ഒളിവിലായിരിക്കുന്ന വീട്ടിൽ വന്നപ്പോൾ എന്നെ കണ്ടപ്പം ചോദിച്ചു, എന്തുകൊണ്ട് മറ്റേ ആന്റിയോട് ചോദിച്ചു, എന്തുകൊണ്ട് ഈ പുള്ളി ഇവിടെ ചില ദിവസങ്ങൾ കൊണ്ട് ഒളിവിലാണല്ലോ, എന്തുകൊണ്ടാണെന്ന് കേട്ടപ്പോൾ ഇതുപോലെ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഈ കേസല്ലേ പത്രത്തിലൊക്കെ വന്ന് ഞാൻ വായിച്ചു, സംഭവം അതുകൊണ്ടാണല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഈ പാസ്റ്റ് സ്ഥിരമായിട്ട് വരും. അപ്പൊ എൻ്റെ അടുത്ത് പാസ്റ്റ് പറഞ്ഞു, ഇനി മറ്റു പരിപാടികളും രാഷ്ട്രീയവും മറ്റു പരിപാടികളൊക്കെ വെച്ച് നിർത്തിയിട്ട് പള്ളിയിലൊക്കെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കും, നേരെ ചൊവ്വേ രാഷ്ട്രീയം വെച്ച് മതിയാക്കിയിട്ട് ജീവിക്കണമെങ്കിൽ പള്ളിയിൽ തന്നെ പോണോ, അത് ക്ഷേത്രത്തിലോ, അല്ലെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലും സ്വന്തമായിട്ട് ഒരു മനസ്സൊരുക്കി ഒരു നല്ല ജീവിതം നയിച്ചാൽ പോരെ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായി. അപ്പൊ അടുത്ത ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പം വീണ്ടും ഒരു ദിവസം ഈ ദേവാസൻ അവിടെ വരികയാണ്. ഈ ഷാജി പാസ്റ്റർ എന്ന് പറയുന്ന ദേവാസൻ അവിടെ വരുന്ന സമയത്ത് എനിക്ക് സ്ഥിരമായിട്ടൊരു തലവേദന വരും. തലവേദന വന്നു കഴിഞ്ഞാൽ ഛർദ്ദിച്ചാൽ മാത്രമേ ഈ തലവേദന മാറത്തുള്ളൂ. ഈ ഛർദ്ദിക്കുന്ന വയറ്റിനകത്ത് നിന്ന് മഞ്ഞയോടുകൂടി ഛർദ്ദിക്കുന്ന സമയത്ത് ഈ തലവേദന മാറും. ഈ തലവേദന വന്നാൽ സഹിക്കാൻ പറ്റത്തില്ല. തോർത്തെടുത്ത് തലയിൽ മുറുക്കി കെട്ടി ചില സമയങ്ങൾ ഇങ്ങനെ കുറേ സമയം ഇരുന്ന് വിഷമിച്ച് മാത്രമേ ഈ തലവേദന മാറത്തുള്ളൂ. ഈ തലവേദന എടുത്ത് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ദൈവാസം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കാം, ഒന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, പ്രാർത്ഥിക്കുന്നത് നല്ലതല്ലേ, എനിക്ക് തലവേദന മാറുമെന്നുള്ള ഒരു വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പാസ്റ്ററുടെ മുമ്പിലേക്ക് നേരെ ചെന്ന് നിന്നപ്പോൾ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ തലവേദന പെട്ടെന്ന് അങ്ങ് നിന്നു. എൻ്റെ വിശ്വാസത്തിന്റെ തുടക്കം കുറിക്കുന്നത് ഇതിലൂടെയാണ്. പിന്നെ ചില ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഈ ദിവാസം വരും. ഒരു ദിവസം വന്നു എനിക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അപ്പം എന്നെ പിശാചിളകിയിട്ട് പറയുകയാണ്,
എന്തോ എന്തോ പിച്ചുമ്പയും പറയും പോലെ എന്തോ ഒക്കെ എന്നിൽ നിന്നും പറയാൻ തുടങ്ങി. ഞാൻ ഈ പറഞ്ഞ വാക്കെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ഈ പിച്ചുമ്പയും പറഞ്ഞതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, എൻ്റെ വളരെ ചെറിയ കുട്ടിക്കാലത്ത് ഏകദേശം ഒരു 4 വയസ്സോ 5 വയസ്സോ പ്രായം വരുന്ന സമയത്ത് ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബ കല്ലറ എന്ന് പറയും. ആ കല്ലറ ഒരു 4-5 കല്ലറ നമ്മുടെ ഈ ഉച്ചക്കടയ്ക്ക് സമയം തന്നെ ബ്ലാക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. 5-6 കല്ലറയുണ്ട്. ഈ കല്ലറയുടെ ഭാഗത്ത് എൻ്റെ ഒരു കൊച്ചപ്പൻ കൊണ്ട് നിർത്തിയിട്ട് കൊച്ചപ്പൻ തുള്ളും. അച്ഛൻ്റെ അനുജൻ തുള്ളും. അച്ഛൻ്റെ അനുജന്റെ പേരും സ്റ്റീവൻ എന്നാണ്. പുള്ളി തുള്ളും. പുള്ളി കയ്യിൽ എണ്ണ ഒഴിച്ചു വെച്ചിട്ട് തിരി കത്തിച്ച് വെച്ചിട്ട് തുള്ളും. അപ്പൊ എന്നെയും എൻ്റെ അനുജനെയും കൂടെ കൊണ്ടുവന്ന് ഈ കല്ലറയുടെ മുമ്പിൽ ഒരു 7 മണിയോട് സമയത്തോടു കൂടി ചെന്ന് കല്ലറയുടെ മുമ്പിൽ നിന്നും തുള്ളാൻ തുടങ്ങി. ഞങ്ങൾക്ക് സഹിക്കാൻ മേലാത്ത അതിയായ പേടി. വളരെ ചെറിയ കുട്ടി, 5-6 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. സഹിക്കാൻ മേലാത്ത പേടി. ഞാൻ ഒന്ന് മനസ്സിലാക്കുന്ന, ആ പേടിയിലൂടെ പൈശാചിക ശക്തി എൻ്റെ ഉള്ളിലേക്ക് കയറി. ഈ പിശാച് ഇളകുന്ന സമയത്ത് ഞാൻ പറയുകയാണ്, ബ്ലാക്കുഴിയില് ഇന്നതുപോലെ എന്ന് വെച്ചാൽ ബ്ലാക്കുഴിയിൽ അസ്ഥികൂടത്തെ കുറിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ട് പറഞ്ഞു ചില കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് പറയുകയാണ്. അപ്പൊ ദൈവദാസൻ എൻ്റെ കയ്യിൽ നിൽക്കാത്ത ഒരു അവസ്ഥയായി. ഞാൻ എന്നിൽ പിശാച് ഇളകിയപ്പം ദൈവദാസൻ മാത്രമേ ഉള്ളൂ. ദൈവദാസന്റെ കയ്യിൽ ഞാൻ നിൽക്കാത്ത ഒരു അവസ്ഥയായപ്പം ദൈവദാസൻ ശാസിച്ചു, പ്രാർത്ഥിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കുന്നത് ശരിയല്ല. ഇനി ഒരു ദിവസം ഇതിനു വേണ്ടി കൃപയുള്ള ദൈവദാസന്മാരുണ്ട്, അവരുടെ മുമ്പിൽ നമുക്ക് കൊണ്ടുചെന്ന് ഒരു ദിവസം പ്രാർത്ഥിക്കാം എന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് തൽക്കാലം ശാസിച്ച് നിർത്തിയിട്ട് ദൈവദാസൻ അങ്ങ് പോയി. പിന്നെ ഉള്ള ദിവസങ്ങൾ എന്നോട് പറയും, ഇനി പള്ളിയിലൊക്കെ വരണമെന്ന് പറയും. അപ്പൊ ഈ പള്ളിയിൽ പോകാൻ തക്കവണ്ണം ഞാൻ എന്ന് വെച്ചാൽ എനിക്കൊരു നല്ല ഒരു സാഹചര്യം വന്നപ്പോൾ, ഒരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ ഭാര്യയെ നോക്കിയതും അവർക്ക് വേണ്ട ആഹാരം കൊടുത്തതും അവർക്ക് താങ്ങും തണലുമായിരുന്നത് ഈ കുടുംബമായതുകൊണ്ട് ഇവർ പോകുന്ന പള്ളിയിൽ പോകാമെന്നുള്ള ചിന്തയോടുകൂടി ഞായറാഴ്ച ദിവസം ഈ ഓട്ടം 4 മണിക്കും 5 മണിക്കും ഞാൻ ഓട്ടം ഓടാൻ പോയി തിരിച്ച് ഒരു 9 മണിയോടെ വീട്ടിൽ വരും. അന്ന് 9 മണിക്കോ 10 മണിക്കോ ആണ് ഈ ആരാധന എന്ന് തോന്നുന്നു. എൻ്റെ 9-നോ 10-നോ ആണ് ആരാധന. ഒരു 8 മണിയോടെയൊക്കെ വീട്ടിൽ വന്നിട്ട് കുളിച്ചെല്ലാം റെഡിയായി വളരെ ഭക്തിയോടുകൂടി പള്ളിയിൽ പോകണം എന്നുള്ള ചിന്തയോടുകൂടി ഞാനും എൻ്റെ ഭാര്യയും മോളെയും കൂടെ നേരെ വീട്ടിൻ്റെ പുറത്തോട്ടിറങ്ങുമ്പം എന്നിൽ പൈശാചിക ശക്തി വരും. വന്നിട്ട് പറയാം, നിനക്ക് വേറെ ജോലിയില്ലേടി, ബന്ധക്കോസ് ആരാധനയ്ക്ക് പോകാൻ തക്കവണ്ണം ദൈവത്തെ ആരാധിക്കുന്നതിന് ഇത്രത്തോളം കൈയടിക്കണോ, ഇത്രത്തോളം ചാടണോ, ഇത്രത്തോളം തുള്ളണോ, ഇത്രത്തോളം ഈ തുറന്ന് ഇത്രത്തോളം വിളിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ കയറി കട്ടിൽ കയറി കിടക്കും. ഇവള് നേരെ പിള്ളേയും കൊണ്ട് നേരെ ചർച്ചിൽ പോകും. ചർച്ചിൽ ചെന്ന് ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പം ഈ കട്ടിലിൽ കിടക്കുന്ന എനിക്ക് അവിടെ കിടക്കാൻ പറ്റത്തില്ല. എന്നെ ഏതോ ഒരു ശക്തി വന്ന് എന്നെ എടുത്തുകൊണ്ട് പോകും പോലെ നേരെ എനിക്ക് വീട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ നടന്നാൽ മതി ചർച്ചയിൽ പോവാം. ഈ നടന്ന് ഞാൻ നേരെ ചർച്ചിൽ ചെന്നിരിക്കും. ചർച്ചിൽ ചെന്നിട്ട് ഏറ്റവും പുറകിലെത്ത കസേരയിൽ ചെന്ന് നേരെ ക്ലോക്കിൽ നോക്കിക്കൊണ്ടായിരിക്കുന്നത്. എന്നുവെച്ചാൽ എങ്ങനെയോ ഇതിനകത്ത് ഞാൻ പെട്ടുപോയി എന്നുള്ള ഒരു അവസ്ഥയോടുകൂടി ഞാൻ ഏറ്റവും പുറകിൽ ചെന്ന് കസേരയിൽ ഇരുന്നിട്ട് സമയം നോക്കിയിരിക്കും. എത്രയും പെട്ടെന്നൊന്ന് സമയം കഴിഞ്ഞ് കിട്ടിയിരുന്നുവെങ്കിൽ എന്നുള്ള ചിന്തയോടുകൂടി അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്നെ ഇവര് കൺവെൻഷൻ സ്ഥലങ്ങളിലൊക്കെ വിളിച്ചുകൊണ്ട് പോകും. വണ്ടിയുള്ളത് കൊണ്ട് എന്നെ കൺവെൻഷനിലൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് അങ്ങനെ കൺവെൻഷൻ സ്ഥലത്ത് പോകുമ്പം ഈ കൺവെൻഷൻ കേൾക്കുന്ന സ്ഥലത്ത് എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല. ഈ വചനങ്ങളും ഈ പാട്ടും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത് കൊണ്ട് ഞാൻ അവരിൽ നിന്ന് മാറി ശബ്ദം കേൾക്കാത്ത മറ്റൊരു ഏരിയയിലേക്ക് അങ്ങ് പോകും. കൺവെൻഷൻ കഴിയുമ്പോൾ തിരിച്ചു വന്ന് എൻ്റെ ഭാര്യയെയും മക്കളെയൊക്കെ കൂട്ടി അവരോടൊപ്പം ചേർന്ന് ഞാൻ ഇനി വീട്ടിലോട്ട് പോരും. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവദാസൻ എന്നോട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഒരു പ്രെയർ ക്രമീകരിക്കണം. അങ്ങനെ ഇവര് എന്നെ പറണ്ടോട്, നമ്മുടെ ഇവിടെ നിന്ന് ഏകദേശം 10-20 കിലോമീറ്റർ അപ്പുറമുള്ള നെടുമങ്ങാടിന് സമീപമുള്ള ഒരു പറണ്ടോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരെന്നെ ഒരു ഓട്ടം വിളിക്കുന്നത് പോലെ കൊണ്ടുപോവുകയാണ്. യഥാർത്ഥമായി വിളിച്ചാൽ ഞാൻ പോകത്തില്ല. അവൻ ഒരു ഓട്ടം വിളിച്ച് പോകുന്നത് പോലെ ഓട്ടയിൽ നേരെ പറണ്ടോട് പോകാൻ തക്കവണ്ണം വിളിച്ച് പോകുന്നുണ്ട്. അപ്പൊ എൻ്റെ മനസ്സിലെ ചിന്ത, ഒരു ദിവസം ഓടിയാൽ ഒരു 100-400 രൂപ കിട്ടും. എന്നാൽ ഈ ഓട്ടത്തിൽ ഒരു ദിവസം 1 മണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് ഈ പറണ്ടോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഓടി എത്തുകയും ചെയ്യും. ഒരു 500-600 രൂപ അന്ന് തന്നെ അന്നത്തെ റേറ്റ് ഉണ്ട്. അത് കിട്ടുമെന്നുള്ള മനസ്സിന്റെ ചിന്തയോടുകൂടിയാണ് ഞാൻ ഈ പറണ്ടോട് ഓട്ടം പോകുന്നത്. പറണ്ടോട് ഓട്ടം പോയി ഒരു ഹാളിനകത്തേക്ക് ഏകദേശം അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഹാളിനകത്തേക്ക് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ചിലർ ഇരിക്കുന്നുണ്ട്. ഒരു 2-3 ദൈവദാസന്മാരുണ്ട്. ഒന്ന് ഞങ്ങളെ കൊണ്ടുപോയ ഷാജി പാസ്റ്റർ, അതുപോലെ ഒരു ജോസിപ്പോൾ പാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടൊരു പാസ്റ്റർ, പിന്നെ അതുപോലെ എറണാകുളത്ത് നിന്ന് വേറൊരു പാസ്റ്റർ. ഒരു 3 ദൈവദാസന്മാർ ഇങ്ങനെ ഇരിപ്പുണ്ട്.
അങ്ങനെ ഹാളിനകത്ത് എന്നെ കൂടാതെ ഏകദേശം ഒരു 10-15 പേര് ഈ ഹാളിനകത്ത് പ്രാർത്ഥന ഹാളിനകത്തുണ്ട്. അപ്പൊ എന്നോട് എനിക്ക് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്കവണ്ണം വിളിച്ചു. ആ വ്യക്തി നേരെ ഈ പാസ്റ്റർമാരുടെ മുമ്പിലേക്ക് ചെന്നു പ്രാർത്ഥിക്കാനിരിക്കണം. അയാൾക്ക് ഒരു 50 വയസ്സ് പ്രായം വരുമെന്ന് തോന്നുന്നു. മുമ്പ് ചെന്നിരുന്നപ്പം പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പം തന്നെ ഇയാൾ പിശാചിളകി. ഇയാൾ എന്തോ വിച്ചുമ്പയും പറയുന്നു. ഈ വാസന്തിയെ ഞാനത് വഴി പോയപ്പോ നീ തട്ടിന്റെ മുകളിൽ പോണ കണ്ടല്ലോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പം ദേവാസന്മാര് ചോദിച്ചു, സഹോദരൻ ഇന്ന് ഒറ്റയ്ക്കാണോ വന്നത്, കുടുംബം വന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇല്ല, കുടുംബമായിട്ട് വന്നിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അതുകൊണ്ട് അപ്പം ദേവാസം പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്ക് വന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ല, നിങ്ങൾ ഒരു ദിവസം കുടുംബമായിട്ട് വരിക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അയാൾ പിന്നെ മാറിയിരുന്നു. അപ്പൊ ഇനി ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്, പ്രാർത്ഥിക്കുന്നത് നല്ലതല്ലേ എന്നുള്ളൊരു ചിന്തയോടുകൂടി, ഒരു വിശ്വാസത്തോടു കൂടി അല്ല, ഒരു ചിന്തയോടുകൂടി നേരെ ദേവാസന്മാരുടെ നേരെ മുമ്പിൽ ചെന്നങ്ങോട്ട് ഇരുന്നു. എന്നോട് ഒരു ദേവാസം ചോദിച്ചു, യേശുക്രിസ്തുവിൽ വിശ്വാസമുണ്ടോ എന്ന് കേട്ടു. യേശുക്രിസ്തുവിൽ വിശ്വാസമുണ്ടോ എന്ന് കേട്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാഥുറാം വിനായക് ഗോഡ്സെയുടെ തോക്കിനു മുമ്പിൽ വെടിയേറ്റ് മരിച്ച മഹാത്മാഗാന്ധിയെ പോലെ റോമാ സാമ്രാജ്യത്തിന്റെ നല്ല കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് അന്നത്തെ റോമാ സാമ്രാജ്യം യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ച് കൊന്നു. എൻ്റെ മനസ്സിന്റെ ഒരു ചിന്ത അതായിരുന്നു. ഇന്ന് ലോകത്ത് പല മനുഷ്യരും ഇതുപോലെ വെടിയേറ്റ് മരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബോംബേറിൽ മരിക്കുന്നുണ്ട്, ബോംബ് വെച്ച് തകരപ്പെടുന്നു. അതുപോലത്തെ ഒരു മനുഷ്യനാണ് എന്നുള്ളൊരു ചിന്തയോടുകൂടി ഞാൻ ദൈവാസന്മാരുടെ മുമ്പിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവര് പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥിക്കും, ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഒരു ദൈവാസൻ എൻ്റെ തലയിലേക്ക് കൈവച്ചു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒന്ന് പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ്. എനിക്ക് അവിടെ ഇരിക്കാൻ കഴിയാത്ത വണ്ണം ശിരസ് മുതൽ പാദം വരെയും പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തി എന്റെ ശിരസ് മുതൽ പാദം വരെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി. എനിക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ തീയാണേ 10 അടി മാറി ഇരുന്നോളണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പായെല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ട് നേരെ പുറകിലോട്ട് അങ്ങ് പോകും. അപ്പൊ ഈ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന 4-5 ചെറുപ്പക്കാരുണ്ട്. ഈ ചെറുപ്പക്കാർ വന്നിട്ട് എന്നെ കയ്യും കാലും തൂക്കിയെടുത്ത് നേരെ ദേവാസന്മാരുടെ മുമ്പിലേക്ക് കൊണ്ടിടും. വീണ്ടും ഞാൻ അയ്യോ എനിക്കിവിടെ ഇരിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ തീയാണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ പുറകോട്ട് വലിച്ചങ്ങ് പോകും. ഇങ്ങനെ 1-2 പ്രാവശ്യം ഇവർ കൊണ്ടങ്ങോട്ട് ഇടും. പിന്നെ അവിടെ കിടന്ന് കളി തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കളരി പഠിക്കാറുണ്ട്. കളരിക്കായി കച്ചകെട്ടി ഇറങ്ങുന്ന മനിതൻ ഭൂമി ദേവിയെ തൊഴുതുകൊണ്ട് അവന്റെ ശരീരത്തെ അടിച്ച് നല്ല മെരുക്കി എടുക്കത്തക്കവണ്ണം അവൻ നല്ല കളരി അഭ്യസിക്കും. കളരി മാത്രമല്ല, കരോട്ട, അതുപോലെ തന്നെ ഈ യോഗ, സർവാംഗാസനം, ശീർഷാസനം, മയൂരാസനം, ഇതെല്ലാം അവിടെ കിടന്ന് കളി തുടങ്ങി. ഈ ചെറുപ്പക്കാരമായി ഈ കളി എന്ന് പറഞ്ഞ് കളിച്ച് അവസാനം ഈ വീടിന്റെ 2ാമത്തെ നിലയിലേക്ക് സ്റ്റെയർ വഴി മുകളിലേക്ക് കയറും. മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് നേരെ താഴോട്ട് ചാടും. എന്റെ ശരീരത്തിന് ഒരു കേടുപാടോ ഒന്നും സംഭവിക്കാതെ വണ്ണം പരിശുദ്ധാത്മാവിൽ അവിടെ കിടന്ന് കളിക്കുക. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അകത്തോട്ട് വന്നപ്പോൾ അകത്തിരിക്കുന്ന പൈശാചിക ശക്തി പുറത്തോട്ട് പോകണം. എന്റെ 37ാമത്തെ വയസ്സിൽ ആണ് ഈ സംഭവം നടക്കുന്നത്. 2007 എന്റെ 37ാമത്തെ വയസ്സിലാണ് സംഭവം നടക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി അകത്തേക്ക് വന്നപ്പോൾ അകത്തിരിക്കുന്ന പൈശാചിക ശക്തി ഓരോന്ന് വിധം പുറത്തു പോകാൻ തുടങ്ങി. ഈ പൈശാചിക ശക്തി പുറത്തു പോയപ്പോൾ ഞാൻ സ്വതന്ത്രനായി. ഒരു 3/4 മണിക്കൂർ അവിടെ കിടന്ന് കളിച്ച് അവസാനം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ദൈവമേ ഞാനൊരു പാപി എന്നുള്ള ചിന്ത എനിക്ക് അകത്ത് വന്നു. അയ്യോ എന്റെ പാപത്തെ ഞാൻ എവിടെ കൊണ്ടിടും, ഇന്ന് ഈ ചവറുകൾ എവിടെ കൊണ്ടിടുമെന്ന് പറഞ്ഞ് ഇന്ന് നമുക്ക് കാണുമ്പോൾ കേരളത്തിലോ മറ്റു കാര്യങ്ങളിലേക്ക് നോക്കുമ്പം ഈ പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ പ്ലാസ്റ്റിക് കൊണ്ട് കളയാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്ന്. ഈ പ്ലാസ്റ്റിക്കിന്റെ കാരണം കൊണ്ട് നദികളും പുഴകളും ഇതെല്ലാം അശുദ്ധമായിരിക്കുന്നത് പോലെ എന്റെ അകം പാപം കൊണ്ടങ്ങ് നിറഞ്ഞ് ഈ പാപത്തെ എവിടെ കൊണ്ടിടുമെന്നുള്ള ഒരു ചിന്തയോട് കൂടി ഇരിക്കുമ്പോൾ എനിക്ക് ദൈവാത്മാവ് കാണിച്ച ഒരു ദർശനമാണ് കാൽവരി ക്രൂശിലെ ആ സ്നേഹം. കാൽവരി ക്രൂശിൽ ഒന്ന് കാണിച്ചു, യേശു ദൈവമാണെന്നുള്ള വെളിപ്പാട് എനിക്ക് അകത്ത് തന്നു. കാൽവരി ക്രൂശിൽ എന്റെ പാപത്തിന് പരിഹാരമായി അവസാനത്തുള്ള രക്തവും ഊറ്റി തന്നു എന്നുള്ള സ്നേഹം എന്റെ അകത്ത് തന്നു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത് യൂദയല്ല,
യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത് അന്നത്തെ റോമൻ സാമ്രാജ്യമല്ല, പീലാത്തോസ് അല്ല. എന്റെ യേശു ക്രിസ്തുവിനെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാലാ യേശു എന്റെ അതിക്രമ നിമിത്തം മുറിവേറ്റും അകൃത്യ നിമിത്തം തകർന്നും ഇരിക്കുന്നു. എന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ യേശുവിന്റെ മേലായി, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം ലഭിച്ചു വരിക്കുന്നു. ഇന്ന് ലോകത്ത് കാണുന്ന സകല മനുഷ്യരും ആടുകളെ പോലെ തെറ്റിപ്പോയപ്പോൾ യഹോവയായ ദൈവം എന്റെ പാപത്തെ യേശുവിന്റെ മേലാക്കി. യെശയ്യാവിന്റെ പുസ്തകത്തിൽ അതിന്റെ 53:10 പറയുന്നു, യേശു ക്രിസ്തുവിനെ തകർത്ത് കളയുവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി. യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ തകർത്തു കളഞ്ഞത് പിതാവായ ദൈവമാണ്. എന്റെ പാപത്തിന് പരിഹാരമായി യേശുവിനെ തകർത്തു കളയുവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി. പിതാവ് പുത്രനായ ക്രിസ്തുവിന് കഷ്ടം വരുത്തി. പുത്രന്റെ മരണം ഒരു അകൃത്യ യാഗമായി തീർന്നു. ഈ യാഗവസ്തു എന്റെ ഉള്ളിൽ കത്തി. യാഗവസ്തു ഉള്ളിൽ കത്തിയപ്പം ആ അതിന്റെ തന്നെ 10-ാമത്തെ വാക്യത്തിലോ 11-ലോ പറയുന്നു, സ്തോത്രം, യേശു ക്രിസ്തു സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തു. യേശുവിന്റെ മകനായി ഞാൻ മാറി. മാനവരക്ഷയ്ക്ക് വേണ്ടി മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് യേശു നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നു നിത്യ നരകത്തിന് യോഗ്യമായിരുന്ന എന്നെ വിടുവിപ്പാൻ തക്കവണ്ണം കാൽവരിയിൽ കാണിച്ച സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ അടിയുറവ് പറഞ്ഞു. എനിക്ക് എന്റെ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനില്ല. യേശു ക്രൂശിലെ മരണം എന്റെ പാപത്തിന് പരിഹാരമായിരുന്നു. ഈ പാപിയായ രക്ഷിപ്പാൻ യേശു ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തിയ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ അനുസരണമുള്ളവനായി തീർന്ന എന്റെ ദൈവം യേശു, അറുക്കപ്പെട്ട കുഞ്ഞാട്, കാൽവരി കുലക്കളത്തിൽ തകർക്കപ്പെട്ട കുഞ്ഞാട്, ആ യാഗമൃഗം, ആ ഉള്ളിലേക്ക് ആ സ്നേഹം കൊണ്ട് നിറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ മകനായി, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി എന്നുള്ള ഉറപ്പ് ദൈവാത്മാവ് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ ഒരു ദൈവം മകനായി മാറി. സ്വതന്ത്രം. ഇതാണ് എന്റെ വിശ്വാസത്തിന്റെ ആ രക്ഷയിലേക്ക് വന്ന അവസ്ഥ. അങ്ങനെ ഈ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് ഞാൻ ഇന്ന് ജീവിച്ചു വരികയാണ്. പിന്നെ ഇന്ന് പരസ്യയോഗങ്ങളും ഹിന്ദിക്കാരുടെ ഇടയിലെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഹിന്ദിക്കാരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ, എന്നാലും ചില ദൈവാസന്മാർ വരും, അവരോടൊപ്പം ചേർന്ന് ഹിന്ദിക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാതെ പരസ്യയോഗങ്ങളൊക്കെ ചെയ്ത് ഈ ജോലിയോടൊപ്പം സുവിശേഷ വേല ചെയ്ത് മുന്നോട്ട് വരുന്നു. ഇനി ഒരു കൊല്ലം കൂടെ ചില്ലറേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് അത് തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവവേലയ്ക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുവാൻ തക്കവണ്ണം വളരെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. എന്നെ ഇനിയും ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എന്തായാലും പൈശാചിക ബന്ധനങ്ങളുണ്ടായിരുന്നു, ആത്മഹത്യക്കുള്ള പ്രേരണ, ഒത്തിരി തകർച്ചയുടെ അവസ്ഥയിലൂടെ ഒക്കെ പോയി. പക്ഷെ കർത്താവ് രക്ഷിച്ചില്ലയോ? രക്ഷിച്ചു. അതെ, ഏറ്റവും വലിയ ഭാഗ്യം നിത്യതയ്ക്ക് അവകാശിയായി തീർന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം. ഏറ്റവും വലിയ ഭാഗ്യം. അതെ, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി നിത്യ നരകത്തിന് യോഗ്യമായിരുന്നു എന്നെ ദൈവം വിടുവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ശരി. ദൈവവചനം ഇങ്ങനെ പറയുന്നില്ല, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ഇന്ന് അനേകം ക്രിസ്ത്യാനികൾക്കും ഈ ആത്മരക്ഷ പ്രാപിക്കാൻ കഴിയുന്നില്ല. അവർ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടക്കുക. ക്രിസ്ത്യൻ എന്നല്ല, മുസൽമാൻ എന്നല്ല, ഹിന്ദു എന്നല്ല, ഏതൊരു വ്യക്തിക്കും ഈ രക്ഷ ആവശ്യമാണെന്ന് ഞാൻ ഒന്ന് ഉറച്ചു പറയുക. സ്തോത്രം. ശരി, ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ജീവിതാനുഭവം നമ്മൾ കേട്ടത്. അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി കൂടുതൽ കർത്താവിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടണമെന്ന് ആഗ്രഹം അല്ലയോ? ആഗ്രഹം. ദൈവം നിന്റെ കയ്യില, എല്ലാം ദൈവത്തിന്റെ തമ്പുരാന്റെ കയ്യില. കർത്താവ് അങ്ങനെയൊക്കെ ചെയ്യട്ടെ. ദൈവവചനം ഇങ്ങനെ പറയുന്നില്ലേ, നിന്റെ വിചാരമല്ല എന്റെ വിചാരം, നിന്റെ വഴിയല്ല എന്റെ വഴി. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരം നിന്റെ വിചാരത്തിലും എന്റെ വഴി നിന്റെ വഴിയിലും ഉന്നതം. ദൈവത്തിന്റെ കരങ്ങളിലാണ് എല്ലാം. ദൈവം എന്നെ ശക്തീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തിന് മാത്രമേ ഞങ്ങളെ നിർത്താൻ കഴിയത്തുള്ളൂ, ശക്തീകരിക്കാൻ കഴിയത്തുള്ളൂ. ശരി, ദൈവം അങ്ങനെ പ്രവർത്തിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിക്സൺ ബ്രദർ തന്നെ ചുരുക്കമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ. ദൈവമേ, സ്തോത്രം കർത്താവെ, സ്തുതിക്കുന്ന അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശോപ്പ
അപ്പ ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന് വേണ്ടി ദൈവമേ ഈ സ്തോത്രം ടി വിയിലൂടെ ദൈവമേ ഈ ചാനലിലൂടെ ഞങ്ങൾക്ക് സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഈ അവസരം തന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് കേൾക്കുന്നവർ അവർക്കും യഥാർത്ഥമായി യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ തക്കവണ്ണം ദൈവമേ പരിശുദ്ധാത്മാവ് വ്യക്തി ജീവിതങ്ങളെ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം പേർ കേൾക്കുമ്പോൾ ദൈവമേ അവിടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കുന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ പൂർണ്ണമായ അപ്പച്ചന്റെ പൊന്നുകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ക്രിസ്താന്തിയും കൃപയും കൂടിയിരുന്ന വഴി നടത്തും യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസക്കാവൽ നാം എല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ ഒപ്പം കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ ബ്രദറിന്റെ മേൽ, തൻ്റെ കുടുംബത്തിന് മേൽ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മറക്കട്ടെ. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരോടുള്ള നന്ദി പറയുക. നല്ല ജീവിതാനുഭവം നമ്മൾ കേട്ടത്. ഏത് തകർച്ചയിൽ നിന്നും കർത്താവിന് നമ്മെ വിടുവിക്കുവാൻ കഴിയും. പൈശാചിക ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ കർത്താവ് സ്വതന്ത്രമാക്കി അത്ഭുത സാക്ഷികളാക്കി നിർത്തുവാൻ കഴിയും. ഈ സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. God bless you all. Have a wonderful time. God bless you. Thank you for watching. Praise God.